വൈദ്യുതി കൽമറിഞ്ഞു വീണ് കാലിനു പരിക്കേറ്റ കാട്ടാന അവശനിലയിൽ തുടരുന്നു. കവളപ്പാറയിൽ ജനവാസ മേഖലയോട് ചേർന്ന വനമേഖലയിലാണ് ആന അവശനിലയിൽ തുടരുന്നത്. പരിക്കേറ്റ ആദ്യഘട്ടത്തിൽ തന്നെ ആനയ്ക്ക് ചികിത്സ നൽകാൻ വനംവകുപ്പ് തയ്യാറാകാതിരുന്നതാണ് ആനയുടെ നില വഷളാക്കിയത്. ചെറിയ വില, വലിയ സെലക്ഷൻ. എടപ്പാളിന്റെ മനസ്സറിഞ്ഞ ആത്മബന്ധം. സാറാ സിൽക്സ്, തൃശൂർ റോഡ്, എടപ്പാൾ. രണ്ടാഴ്ചയിലേറെയായി പരിക്കേറ്റ കാലുമായി ജനവാസ മേഖലയിൽ തുടരുന്ന ആനയ്ക്ക് ഇപ്പോഴാണ് ചികിത്സ നൽകാൻ പോലും വനംവകുപ്പ് തയ്യാറായത്. പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി കാട്ടാന കാലിനു പരിക്കേറ്റതിനെ തുടർന്ന് ജനവാസ മേഖലയോട് ചേർന്ന് വനമേഖലയിൽ തുടരുന്നത്. ആദ്യഘട്ടത്തിൽ ചികിത്സ നിഷേധിച്ച വനംവകുപ്പ് ഇപ്പോൾ കാട്ടാനയ്ക്ക് മരുന്നുൾപ്പെടെ നൽകി തുടങ്ങിയിട്ടുണ്ട്. പൈനാപ്പിളിൽ മരുന്ന് നൽകാൻ ശ്രമിച്ചെങ്കിലും കഴിക്കാൻ തയ്യാറായില്ലെന്നും പിന്നീട് ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി നൽകിയപ്പോഴാണ് കാട്ടാന കഴിച്ചു തുടങ്ങിയതും സമീപത്തെ സ്ഥലോടമയായ രാജേഷ് പറഞ്ഞു. 10 ദിവസത്തോളമായി ഞാൻ അവിടെ ഒരു ഇരട്ടി പോസ്റ്റ് തള്ളിയിട്ട് പിന്നെ പോസ്റ്റ് കൊണ്ടിട്ടാണ് ഇതിന് പരിക്കേറ്റെന്ന് തോന്നുന്നത്. വാലിൻ്റെ മുറിവൊക്കെ ഇങ്ങനെ കാണുന്നത്. പിന്നെ പുറശ്ശേരി എല്ലാ ദിവസവും തന്നെ അവർ വരുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്. ഇന്നിപ്പം മരുന്നൊക്കെ അവർ ചക്കക്കുള്ളിലൊക്കെ ആക്കിയിട്ട് എറിഞ്ഞിട്ട് കൊടുത്തായിരുന്നു. അത് കുറേ തിന്നു, കുറേ തുപ്പിക്കളഞ്ഞു. അങ്ങനെ കുറച്ചൊക്കെ മരുന്ന് അതിനുള്ളിൽ കയറിയിട്ടുണ്ട്. കൃഷിയിടത്തിലെ തെങ്ങ് മറിച്ചിടുന്നതിനിടയിൽ തെങ്ങ് വീണ് വൈദ്യുതി കൽ കാട്ടാനയുടെ കാലിലേക്ക് വീണാണ് പരിക്കേറ്റത്. ആനയുടെ പിൻകാലിലെ മുറിവ് ഉൾപ്പെടെ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. കാട്ടാനയ്ക്ക് സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ച് മരുന്ന് നൽകിയാൽ പൂർണ്ണ ആരോഗ്യത്തോടെ കാട്ടാനയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടറും സ്ഥലത്തെത്തി ഓരോ ദിവസവും മരുന്ന് നൽകി വരികയാണ്. ആരോഗ്യനില വീണ്ടെടുക്കാത്തതിനാൽ കാട്ടാന ഉൾക്കാട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നുമില്ല. നിലവിൽ ആന ശാന്തനാണ്. നിലമ്പൂർ വനമേഖലയിൽ കാട്ടാനകൾ ചെരിയുന്ന സംഭവങ്ങൾ കൂടി വരികയാണ്. യഥാസമയം പരിക്കേൽക്കുന്ന ആനകളെ കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കിയാൽ കാട്ടാനകൾ ചെരിയുന്ന കാര്യത്തിൽ കുറവുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. കേരള വിഷൻ, നിലമ്പൂർ.